സാലറിയുമായി ബന്ധപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മിസ്റ്റർ അശോക് ഈസ് എംപ്ലോയിഡ് ഇൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഓൺ ആനുവൽ പാക്കേജ് സാലറി ഓഫ് 10 lakh. ദി കമ്പനി ഗീവ്സ് ദി സാലറി ആസ് ഫോളോസ്. അദ്ദേഹത്തിന് വർഷത്തിൽ കൊടുക്കുന്ന സാലറിയാണ് തന്നിരിക്കുന്നത്, 10 ലക്ഷമാണ്. അത് ഏത് രീതിയിൽ കൊടുക്കുന്നു എന്നുള്ളത് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എംപ്ലോയർ തന്നെയാണ് കൊടുക്കുന്നത്, അഥവാ കമ്പനി കൊടുക്കുന്നതാണ്. അങ്ങനെ അവസാനം 10 ലക്ഷം ആയത് കണ്ടില്ലേ, അവസാനം 10 ലക്ഷം. അപ്പോൾ അത് ഏത് രീതിയിൽ എന്തൊക്കെയായിട്ടാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. നോക്കുക, സാലറി, ബേസിക് സാലറി 7 ലക്ഷം. അപ്പോൾ വർഷത്തിൽ കൊടുക്കുന്ന സാലറി 7 ലക്ഷം. ട്രാവലിംഗ് അലവൻസ് 20,000, മെഡിക്കൽ അലവൻസ് 20,000, സ്പെഷ്യൽ അലവൻസ് 12,000, ഹൗസ് റെൻ്റ് അലവൻസ് അഥവാ HRA 1,20,000, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് 60,000, കമ്പനീസ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് 60,000. രണ്ടും ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു കണക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അഥവാ അശോകിൻ്റെ കോൺട്രിബ്യൂഷനും കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ അഥവാ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും രണ്ടും കൊടുക്കുന്നത് നമ്മുടെ കമ്പനി തന്നെയാണ്. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദി കമ്പനി ഗീവ്സ് ദി സാലറി ആസ് ഫോളോസ്. താഴെ പറയുന്ന രീതിയിലാണ് കമ്പനി ഇതെല്ലാം നൽകുന്നത്. അപ്പോൾ ഇവിടുത്തെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഒക്കെ കൊടുക്കുന്നതെന്നാണ് നമ്മുടെ കമ്പനി അഥവാ എംപ്ലോയർ തന്നെയാണ്. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത. ഡെപ്പോസിറ്റ് അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് 8,000. അങ്ങനെ ടോട്ടൽ ഉണ്ടല്ലേ 10 ലക്ഷം. ഇനി അഡീഷണൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, മിസ്റ്റർ അശോക് ലീവ്സ് ഇൻ എ റെൻറ്റഡ് ഹൗസ് പേയിങ് മന്ത്ലി റെൻറ്റ് ₹15,000. ഒരു റെൻറ്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്, അതിന് അദ്ദേഹം 15,000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ HRAൻ്റെ കാൽക്കുലേഷന് നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. ടാക്സബിൾ പോർഷൻ ഓഫ് HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെൻറ്റ് എത്രയാണ് കൊടുക്കണമെന്ന് നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് നോട്ടിലൂടെ കണ്ടെത്തേണ്ട ഒരു സംഭവമാണ്. അതിൽ പറയാം, ഡ്യൂറിങ് ദി ഇയർ 2020-21 ഹീ പെയ്ഡ് ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് ₹2,000. അതായത് എംപ്ലോയ്മെൻറ്റ് ടാക്സ് അഥവാ പ്രൊഫഷണൽ ടാക്സ് ആണ്. അതാരാണ് കൊടുക്കുന്നത്? ഹീ പെയ്ഡ് എന്നാണ് പറയുന്നത്. അത് അശോകാണ് കൊടുക്കുന്നത് 2,000 രൂപ. അത് ആരല്ല കൊടുക്കുന്നത്? നമ്മുടെ കമ്പനി അഥവാ എംപ്ലോയർ അല്ല കൊടുക്കുന്നത്. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ഇൻകം ഫ്രം സാലറി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ഐറ്റം എടുത്തിട്ട് നമുക്കതിനെ വിശകലനം ചെയ്തുകൊണ്ട് നമുക്കെന്താണ് ആൻസറിലേക്ക് പോകാം. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ടൊന്ന് എഴുതി വയ്ക്കുക നോട്ടിൽ. എന്നിട്ട് ആൻസറിൻ്റെ കൂടെ ഇതിങ്ങനെ വെക്കണം കേട്ടോ. നമ്മൾ പറയുമ്പോൾ ആൻസറിൻ്റെ കൂടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വെക്കണം, എന്നാലും വൃത്തിയായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ പ്രോപ്പറായിട്ടൊരു ഹെഡിങ് ഒക്കെ നിങ്ങൾ കൊടുക്കണം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി ഓഫ് മിസ്റ്റർ അശോക് ഫോർ ദി പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അത് മസ്റ്റായിട്ടും കൊടുക്കണം. ഹെഡിങ് ഒക്കെ അതിൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിലൊന്ന് ബേസിക് സാലറി. ബേസിക് സാലറി ഫുള്ളി ടാക്സബിൾ ആണല്ലോ, 7 lakh. അത് അതുപോലെ എഴുതി. ട്രാവലിംഗ് അലവൻസ്. ഈ ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെന്തില്ല, ടാക്സ് ഇല്ല, അത് എക്സംപ്റ്റാണ്. അതുകൊണ്ടാണ് അവിടെ നിൽ എന്ന് എഴുതിയത്. ദെൻ മെഡിക്കൽ അലവൻസും സ്പെഷ്യൽ അലവൻസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസാണ്. മെഡിക്കൽ അലവൻസ്, സ്പെഷ്യൽ അലവൻസ്. നമ്മൾ അലവൻസുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു മുൻ ക്ലാസ്സുകളിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിലുണ്ടായിരിക്കും. ദെൻ ഹൗസ് റെൻ്റ് അലവൻസ് അഥവാ HRA. അപ്പോൾ HRA ഇവിടെ നേരിക്ക് നമുക്ക് ടാക്സബിൾ പോർഷൻ ഓഫ് HRA എന്ന് എഴുതിയാലും മതി. അപ്പോൾ അവിടെ ഇതിൽ 10,000 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ 10,000 എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കൊരു നോട്ട് മുഖാന്തരം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് 1 എന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് ആൻസറിൻ്റെ അവസാനം നമുക്ക് നോട്ട് 1 HRA എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേഷൻ കൊടുത്താൽ മതി. അല്ലാതെ ഇതിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ മൊത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്താണ്, ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഒന്നായിട്ട് വലിയൊരു സ്ട്രക്ചറായിട്ട് മാറും. അപ്പോൾ അത്യാവശ്യമുള്ള കാൽക്കുലേഷനൊക്കെ നമുക്ക് വർക്കുകളൊക്കെ എന്താണ് സെപ്പറേറ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. സോ HRAൻ്റെ
കാൽക്കുലേഷൻ നമുക്ക് കാണിക്കാം, അതടക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ 10,000 എന്നുള്ളത് ജസ്റ്റ് ഇപ്പം നമ്മളിവിടെ കണക്ക് തന്നുകൊണ്ട് ഇങ്ങനെ എഴുതി. പക്ഷേ സാധാരണഗതിയിൽ നമ്മളവിടെ ജസ്റ്റ് ഒരു മാർക്ക് ആയിഫിട്ടാണ് പോയാൽ മതി, കാരണം അത് പിന്നീട് നോട്ടിലൂടെ നമുക്ക് കണ്ടെത്തിയതിന് ശേഷം പൂരിപ്പിക്കാം. ഓക്കെ. ദെൻ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇവിടെ 60,000 എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു കണക്കിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇവിടുത്തെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും രണ്ടും നൽകുന്നത് കമ്പനി തന്നെയാണ്. അപ്പോൾ എംപ്ലോയി അടയ്ക്കേണ്ട ആ കോൺട്രിബ്യൂഷൻ അത് എംപ്ലോയർ നൽകിയാൽ അത് എംപ്ലോയിയെ സംബന്ധിച്ചൊരു ബെനിഫിറ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ 60,000 ടാക്സബിളായിട്ട് കാണിച്ചത്. എന്നാൽ സാധാരണഗതിയിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയി തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അത് കൊടുക്കുമ്പോൾ ടാക്സബിൾ അല്ല. നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് ബന്ധപ്പെട്ട റൂള് ആ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. സോ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ എന്താണ്? ഇവിടെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് പെയ്ഡ് ബൈ ദി കമ്പനി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കമ്പനി കൊടുത്തതായിട്ട് കാണണം. അങ്ങനെ ആകുമ്പോൾ ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. അത് എംപ്ലോയിൻ്റെ കൈകളിലെത്തുമ്പോൾ ടാക്സബിളാണ്. അതുകൊണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. കമ്പനീസ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അതിൻ്റെ റൂൾ എന്താണ്? അത് 12% വരെ മാത്രമേ എക്സംപ്റ്റ് ഉള്ളൂ. അതിൻ്റെ മേലെ പോകുകയാണെങ്കിൽ ടാക്സബിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് 12%-ത്തേക്കാൾ മേലെ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വളരെ സിമ്പിളാണ്. ഇവിടെ എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് 7 ലക്ഷമാണ്. ഈ 7 ലക്ഷത്തിൻ്റെ 12% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, 7 ലക്ഷത്തിൻ്റെ 12% എന്ന് പറയുന്നത് 84,000 ആണ്. ഈ ക്വസ്റ്റ്യനിൽ കമ്പനീസ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് 60,000 ആണ്. 60,000 മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എംപ്ലോയർ. അപ്പോൾ അത് 84,000-ൻ്റെ മുകളിൽ പോകണില്ല. അതിൻ്റെ മേലെ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ടാക്സബിൾ ഉള്ളൂ. റൂൾ എന്താണ്? എംപ്ലോയർ എംപ്ലോയിയുടെ സാലറിയുടെ 12%-ത്തേക്കാൾ കൂടുതലായിട്ട് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ടാക്സബിൾ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് പോയിട്ടില്ല, ആകെ 60,000 ആണ്. സാലറിയുടെ 12% എന്ന് പറയുന്നത് 84,000-മാണ്. ഓക്കെ. സോ നമുക്കെന്താണ്? അത് ഇല്ല, നില്ലെന്ന് കാണിച്ചപ്പോൾ അവിടെ കൂടുതലില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ആ വർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ കാണിക്കാവുന്നതാണ്. ഓക്കെ. ദെൻ ഫൈനലി ഡെപ്പോസിറ്റ് ടു അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്. അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് ഈസ് നോട്ട് ടാക്സബിൾ. അതിന് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സെപ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. സോ നമുക്ക് ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാത്ത ഒന്നുണ്ട്. അത് 10,000 എങ്ങനെ കിട്ടിയെന്നാണ്. ഓക്കെ. ആ 10,000 എങ്ങനെ കിട്ടിയതെന്നുള്ളത് നമുക്കൊന്നെന്താണ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ HRAക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് കൊടുക്കുക, നോട്ട് 1 HRA. ഓക്കെ. അപ്പോൾ HRAൻ്റെ കാൽക്കുലേഷൻ അറിയാലോ, നമ്മൾ വൃത്തിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, 3 ക്രൈറ്റീരിയ. അതിലൊന്നാമത്തത് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. സാലറിയുടെ 10%-ത്തേക്കാൾ കൂടുതലായിട്ട് എംപ്ലോയി അടച്ചിട്ടുള്ള റെൻറ്റ്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? റെൻറ്റ് പെയ്ഡ് എത്രയാണ് കൊടുത്ത റെൻറ്റ് നോക്കുക. ക്വസ്റ്റ്യനിലുണ്ട് 15,000 ആണ്, പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. 15,000 × 12 1,80,000. ദെൻ 10% ഓഫ് സാലറി അതിൽ നിന്ന് മൈനസ് ചെയ്യുക. സാലറി എത്രയാണ്? 7 ലക്ഷമാണ്. അപ്പോൾ 7 ലക്ഷത്തിൻ്റെ 10% 70,000. അപ്പോൾ എത്രയാണ്? 1,10,000. അപ്പോൾ 1,10,000 സാലറിയുടെ 10%-ത്തേക്കാൾ കൂടുതലായിട്ട് എംപ്ലോയി അടച്ച റെൻറ്റ്. അത് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ദെൻ 2, അക്കോമഡേഷൻ എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. ഇയാൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെന്നൈയിലാണെങ്കിൽ സാലറിയുടെ 50%, 7 ലക്ഷത്തിൻ്റെ 50% 3,50,000. അതല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടുള്ള മുംബൈ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത ഇവിടെയൊക്കെയാണെങ്കിൽ 50% ആണ്. അല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ 40% ആണ്. അപ്പോൾ അത് എടുത്ത് ക്വസ്റ്റ്യനിൽ നോക്കണം. ഓക്കെ. സോ ചെന്നൈ പറഞ്ഞുകൊണ്ട് നമുക്കെന്താണ് 50%, 3,80,000. ഇതിന് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടുള്ള HRA അത് 1,20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? 1,10,000 ആണ് ലീസ്റ്റ് എമൗണ്ട്. ആ ലീസ്റ്റ് എമൗണ്ടാണ് എക്സംപ്റ്റ്.
ഇനി എത്രയാണ് ടാക്സബിൾ? ഈ ടാക്സബിൾ എമൗണ്ടാണ് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. ടാക്സബിൾ എന്ന് പറയുന്നത് ആക്ച്വൽ HR റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് HR. ആക്ച്വൽ HR നമ്മൾ ലാസ്റ്റ് എഴുതിയത് തന്നെ 1,20,000 നിന്നും എക്സംപ്റ്റഡ് ആയിട്ടുള്ള 1,10,000 കുറച്ചാൽ ബാക്കി 10,000. ഇങ്ങനെയാണ് ആ 10,000 എവിടെ കയറി വരുന്നത്? നമ്മുടെ കണക്കിൽ കയറി വരുന്നത്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് നോട്ട് എഴുതിയിട്ട് വേണം ഇവിടേക്ക് കൊണ്ടുപോയിടാൻ. സോ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8,02,000 കിട്ടും. ഇനി ഇതിൽ നിന്നുള്ള ഡിഡക്ഷൻ സാലറിയിൽ നിന്ന് നോർമൽ കേസിൽ നമുക്കൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് സെക്ഷൻ 16(1)(a) പ്രകാരം 50,000. അത് ഏത് കണക്കിലും കുറയ്ക്കാം. പിന്നെ ഈ കണക്കിൽ മറ്റൊന്ന് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കെന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദെൻ എംപ്ലോയ്മെൻറ്റ് ടാക്സ് അഥവാ പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് ആര് കൊടുത്താലും, എംപ്ലോയി കൊടുത്താലും എംപ്ലോയർ കൊടുത്താലും അതെന്താണ്, അത് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ആ 2,000 രൂപ നമുക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ 52,000 മൊത്തം കുറഞ്ഞു. സോ 7,50,000 ഇൻകം ഫ്രം സാലറി. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി നിങ്ങൾ അഡീഷണൽ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നത്. എന്നാൽ എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ പ്രൊഫഷണൽ ടാക്സ് കൊടുത്താൽ എംപ്ലോയിക്ക് അതൊരു ബെനിഫിറ്റാണ്. ആ ബെനിഫിറ്റ് ആകുമ്പോൾ അത് ഇവിടെ കാണിക്കും വേണം, അലവൻസായിട്ട് ഇവിടെ കാണിക്കും വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കാത്തതിൻ്റെ കാരണം ഇത് എംപ്ലോയി തന്നെ അടച്ച പ്രൊഫഷണൽ ടാക്സ് ആയതുകൊണ്ടാണ്. എംപ്ലോയർ അടച്ചതാണെങ്കിൽ ഇത് ഇവിടെ കാണിക്കും, ഒപ്പം ഇവിടുന്ന് കുറയ്ക്കുകയും ചെയ്യും അതാര് കൊടുത്താലും. ഓക്കെ, സോ ദിസ് ഈസ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന essay. ഇതിൽ പല കാര്യങ്ങളും റിപ്പീറ്റായിട്ട് ചോദിക്കാം. HR ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മളെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, പിന്നെ ഹോസ്റ്റൽ അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ഇതിൽ ആവർത്തിക്കുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.